കപ്പലുകൾക്കെതിരായ ആക്രമണത്തിൽ കർശന നടപടിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നാവികസേന മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കി. ഇന്ത്യ സാമ്പത്തികമായും സൈനികമായും വളരുന്നതിൽ അസൂയാലുക്കളായ ചിലരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും പ്രതിരോധ മന്ത്രി. भारत पूरे इंडियन ओशन रीजन में नेट सिक्योरिटी प्रोवाइडर की भूमिका में है. हम सुनिश्चित करेंगे कि इस इलाके में होने वाले समुद्री व्यापार सागर से उठकर आसमान की बुलंदियों तक पहुंचे. इसके लिए हम मित्र देशों के साथ मिलकर सी लेन्स को मैरीटाइम कॉमर्स के लिए सेफ और सिक्योर बनाए रखेंगे. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അച്യുതൻ, കഴിഞ്ഞ ദിവസം കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്ന അമേരിക്ക ആരോപണം ഉന്നയിച്ചു. അത് പക്ഷേ ഇറാൻ തള്ളിക്കളയുകയും ചെയ്തു. ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ വെറുതെ ഇരിക്കില്ല, ശക്തമായി തിരിച്ചടിക്കും, സുരക്ഷ ഒരുക്കും, നടപടികളിലേക്ക് പോകുമെന്നത് തന്നെയല്ലേ രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ നൽകുന്ന സൂചന? ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് MV പ്ലൂട്ടോയ്ക്കെതിരെയും ഡ്രോൺ ആക്രമണം, അതുപോലെ MV സായിബാബ എന്നീ രണ്ട് വാണിജ്യ കപ്പലിന് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ മുംബൈയിൽ നടന്ന INS ഇംഫാലിലെ കമ്മീഷൻ ചടങ്ങിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഉള്ള പ്രതികരണം ഉണ്ടായത്. അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ ആരായിരുന്നാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ്. നിലവിൽ നാവികസേനയുടെ തന്നെ ഒരു പെട്രോളിംഗ് ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവരെ കണ്ടെത്തുവാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി എന്നുള്ള നിലപാട് അത് പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പ്രതിരോധ മന്ത്രിക്ക് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നാവികസേന മേധാവി ഹരികുമാറും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ കഴിഞ്ഞ കാലയളവിൽ ഏതാണ്ട് 30ഓളം ഡ്രോൺ ആക്രമണങ്ങളാണ് ഈ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ സാഹചര്യം ഗൗരവരമായി തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്നും നാവികസേന മേധാവിയും വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അത് ഗൗരവകരമായി തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ട നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഗോകുൽ, ശരി അച്യുതൻ. ഇന്ത്യൻ സമുദ്രമേഖലയിലെ ചരക്ക് നീക്കത്തെ, കപ്പൽ ഗതാഗതത്തെയൊക്കെ വെല്ലുവിളി ഉയർത്തുന്ന ആ സുരക്ഷ ചോദ്യചിഹ്നത്തിലാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളിൽ ഇനി കടുത്ത നിലപാടുണ്ടാകുമെന്നതാണ് പ്രതിരോധ മന്ത്രിയുടെയും നാവികസേനാ മേധാവിയുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.